അതെ, ഇന്നൊരു ഹെൽത്തി ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ? വാ, അപ്പോൾ തുടങ്ങാം. 2 ക്യാരറ്റ്, ഒരു സവോള, ഹാഫ് വെളുത്തുള്ളി, 4 സ്പ്രിംഗ് ഓണിയൻ, 2 പീസ് ചിക്കൻ തൈ, കുറച്ച് ബ്ലാക്ക് പെപ്പർ, ഒരു 2 ബേ ലീഫ്. ഒരു പാത്രത്തിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് അതിലേക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് ഒരല്പം ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് തിളപ്പിക്കുക. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ തീ കുറച്ച് ചിക്കനും വെജിറ്റബിൾസും വേവിച്ചെടുക്കുക. ചിക്കനും വെജിറ്റബിൾസും കുക്കായ ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വേവിച്ച വെള്ളം വേറൊരു പാത്രത്തിൽ അരിച്ചു മാറ്റി വയ്ക്കുക. ഇതാണ് നമ്മുടെ സൂപ്പിൻ്റെ പ്രധാന ഘടകം. മാറ്റിവെച്ച് കുക്ക് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ വേറെ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ക്യാരറ്റും സവോളയും ഗാർലിക്കും സ്പ്രിംഗ് ഒനിയനും കട്ട് ചെയ്ത ശേഷം വേവിച്ച ചിക്കൻ ഡീബോൺ ചെയ്ത് ചോപ്പ് ചെയ്ത് എടുക്കാം. സിമ്പിളും ഈസിയുമായിട്ടുള്ള റെസിപ്പികളുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുക്കിംഗ് വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതെല്ലാം ചോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സൂപ്പിനായിട്ട് കുറച്ചുകൂടി സാധനങ്ങൾ റെഡിയാക്കണം. കുറച്ച് ബട്ടറും ബേബിക്കോണും, ഒരു ടേബിൾ സ്പൂൺ മൈദയും, കൂടാതെ കുറച്ച് സോയാ സോസും. ഞാനിവിടെ ഡാർക്ക് സോയാ സോസാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയതും റെഡിയാക്കി വയ്ക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് സ്പ്രിംഗ് ഒനിയൻ ചോപ്പ് ചെയ്തതും വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ട് സോട്ടേ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം അരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതിനാൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് സൂക്ഷിച്ച് ചേർക്കണം. കൂടാതെ സോയാ സോസിലും ഉപ്പുണ്ടെന്ന് ഓർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേബി കോൺ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീറ്റ് കോൺ ക്യാൻഡ് കിട്ടും, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്വീറ്റ് കോൺ ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു പാത്രം വെച്ച് മൂടി വയ്ക്കുക. തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് സോയാ സോസും ഒരു ടീസ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് കലക്കി വെച്ചിരിക്കുന്ന കോൺസ്റ്റാർച്ചാണ്. അപ്പോൾ തിളച്ചു വരുമ്പോൾ ഓരോ ടേബിൾ സ്പൂണായിട്ട് കോൺസ്റ്റാർച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കുന്നതാണ്. ആവശ്യത്തിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കോൺസ്റ്റാർച്ച് ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇത്തിരി കൊഴുപ്പ് കൂടി കട്ടിയായി പോകാതെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡിയായി. ഇതിലേക്ക് നമുക്ക് ഗാർണിഷായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഒരല്പം ബ്ലാക്ക് പെപ്പറും കൂടെ ഗ്രൈൻഡ് ചെയ്ത് മുകളിലിട്ട് നമുക്ക് സൂപ്പ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പ് റെഡിയായി. നമുക്കിതിന് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.